അധ്യായം 4. കൊല്ലം നസ്രാണികളും പ്രഥമ അപ്പസ്തോലിക രൂപതയും. കോസ്മോസിന്റെ ക്രിസ്ത്യൻ ടോപ്പോഗ്രഫി എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി കൊല്ലത്തിന് മുസിരിസ്, തിൻഡിസ് തുടങ്ങിയ പ്രാചീന വാണിജ്യ തുറകളെക്കാൾ പഴക്കമുണ്ടെന്നും കോസ്മോസിന്റെ ഗ്രന്ഥത്തിൽ വിവരിക്കുന്ന മലേഷ്യയിലെ പേർഷ്യൻ ക്രിസ്ത്യാനികൾ അധിവസിച്ചിരുന്ന കുരുമുളക് വിളയുന്ന മാലെ അഥവാ കുലം മാലെ കൊല്ലമാണെന്നും ഡോക്ടർ ജോൺ രേഖപ്പെടുത്തുന്നു. കൊല്ലം നഗരത്തിന്റെ സംസ്ഥാപിതവുമായി ബന്ധപ്പെട്ട തരിസാപ്പള്ളി ശാസനവും അതുമായി ബന്ധപ്പെട്ട വർത്തക പ്രമാണി മറുവാൻ സബരീഷോയും കൂട്ടരും ഇവരുടെ പിൻഗാമികൾ ആണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. കൊല്ലത്തെ ലത്തീൻ മിഷനെ പറ്റിയും ജോർഡാൻ കാറ്റലാനിയുടെ തീക്ഷ്ണതയാർന്ന പ്രേഷിത പ്രവർത്തനവും അതുവഴി കൊല്ലത്തിന് കൈവന്ന ആദ്യത്തെ അപ്പസ്തോലിക രൂപത എന്ന സ്ഥാനത്തെക്കുറിച്ചും അദ്ദേഹം വിശദമായി ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നു. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ക്രിസ്ത്യൻ ടോപ്പോഗ്രഫി രചിച്ചതാര്? ഉത്തരം കോസ്മാസ്. കൊല്ലം എന്ന പേരുമായി ബന്ധപ്പെട്ട എത്ര പ്രദേശങ്ങൾ മലബാർ കൊങ്കൺ തീരത്തുള്ളതായി കാണുന്നു? ഉത്തരം 4. ഏറ്റവും പഴക്കമുള്ള കുരുക്കേണി കൊല്ലം ക്രിസ്തുവർഷം ഡാഷിലാണ് സ്ഥാപിക്കപ്പെട്ടതെന്നതിന് അനിഷേധമായി തെളിവുകളുണ്ട്. ഉത്തരം 825 പ്രാകൃത കേരളത്തിന്റെ നഗരവൽക്കരണം ചരിത്രത്തിലെ സുപ്രധാന ഘട്ടത്തെയാണ് ഡാഷ് നഗരത്തിന്റെ സംസ്ഥാപനം കുറിക്കുന്നത്. ഉത്തരം കൊല്ലം. കൊല്ലം നഗരം സംസ്ഥാപിതമായിട്ട് എത്രാം വർഷത്തിലുണ്ടായ ഡാഷിലാണ് കുരുക്കേണി കൊല്ലം സംശയലേശമന്യേ പ്രത്യക്ഷപ്പെടുന്നത്? ഉത്തരം 24-ാം വർഷം തരിസാപ്പള്ളി ചെപ്പേടിലാണ്. കോസ്മോസ് കണ്ടതായി രേഖപ്പെടുത്തുന്ന മലേഷ്യയിലെ പേർഷ്യൻ ക്രിസ്ത്യാനികൾ എവിടെയാവാം തമ്പടിച്ചിരുന്നത്? ഉത്തരം കുരുക്കേണി കൊല്ലത്താവാം. ആരായിരുന്നു അവരുടെ നേതാവ്? ഉത്തരം മറുവാൻ സബരീഷോ എന്ന വർത്തക പ്രമാണി. തരിസാപ്പള്ളി രേഖയിൽ ഇന്നകരം കണ്ടു നീരേറ്റ മറുവാൻ സബരീഷോ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതിന്റെ അർത്ഥം? ഉത്തരം ഈ നഗരം സ്ഥാപിച്ച് അവകാശം വാങ്ങിയ മറുവാൻ സബരീഷോ. കുലം മലയുടെ മറ്റൊരു പേര്? ഉത്തരം കുരുക്കേണി കൊല്ലം. മലബാർ തീരത്തെ പ്രാചീന സമുദ്ര യാത്രക്കാർക്ക് അടയാളമായി വർത്തിച്ചിരുന്നത് എന്ത്? ഉത്തരം തങ്കശ്ശേരി കടപ്പുറത്ത് കാണുന്ന കിഴുക്കാൻ തൂക്കായ പാറക്കെട്ട്. പ്രാചീന രേഖകളിൽ ഡാഷ് എന്ന പേരിലും കുരുക്കേണി കൊല്ലം അറിയപ്പെടുന്നുണ്ട്. ഉത്തരം ചെമ്മല്ല. ഏഷ്യൻ ഭൂഖണ്ഡം ചുറ്റി ചൈനയിലെത്തുകയും ഇന്ത്യൻ തീരത്തെ തുറമുഖങ്ങളെക്കുറിച്ചും നദികളെക്കുറിച്ചുമെല്ലാം അതിശയോക്തി കലർന്ന വിവരങ്ങൾ യൂറോപ്പിലെത്തിക്കുകയും ചെയ്ത ആദ്യത്തെ സാഹസിക യാത്രികൻ? ഉത്തരം മാർക്കോ പോളോ. ഇന്ത്യയിലെ ലത്തീൻ മിഷന് ബീജാപാപം നടത്തിയതാര്? ഉത്തരം ഫ്രാൻസിസ്കൻ മിഷണറിയായ ജോൺ മോഡി കൊർവിനോ. ഡാഷ് എന്ന പേരിലാണ് പ്രാചീന കൊല്ലം ക്രിസ്ത്യാനികൾ അറിയപ്പെട്ടിരുന്നത്? ഉത്തരം തരുതായ്ക്കൾ. തരുതായ്ക്കൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം യാഥാസ്ഥിതിക വിശ്വാസികൾ. കൊല്ലത്തെത്തിയ ലത്തീൻ മിഷണറിമാർ തരുതായ്ക്കളെ എന്തു വിളിച്ചു? ഉത്തരം നെസ്തോറിയാനി. ഇന്ത്യയിൽ ലത്തീൻ മിഷൻ പ്രവർത്തനം ആരംഭിച്ച മലബാറിലല്ലാത്ത ഡാഷ് പ്രയോഗം മറ്റെങ്ങും നിലവിലില്ല. ഉത്തരം നസ്രാണി പ്രയോഗം. ഭാരതത്തിലെ ലത്തീൻ സഭയുടെ ഭാവി സുസ്ഥിരമാക്കുന്നതിന് നിശ്ചയിച്ചുറച്ച വ്യക്തി ആര്? ഉത്തരം ജോർഡാൻ കാറ്റലാനി.
ജോർഡാൻ കറ്റലാനി ഏത് പരിശുദ്ധ പിതാവിനെ കാണുന്നതിനാണ് അറേബ്യൻ ഉപഭൂഖണ്ഡം ചുറ്റി അവിഞ്ഞോണിൽ എത്തിയത്? ഉത്തരം പരിശുദ്ധ പിതാവ് ജോൺ 22-മനെ. ജോർഡാൻ കറ്റലാനിയെ കൊല്ലം മെത്രാനായി നിയമിച്ച പാപ്പ? ഉത്തരം ജോൺ 22-മൻ. ഏത് ബൂള വഴിയാണ് ജോൺ 22-മൻ പാപ്പ പേർഷ്യയിലെ സുൽത്താനിയ അതിരൂപതയുടെ കീഴിൽ കൊല്ലം രൂപത സ്ഥാപിച്ചത്? ഉത്തരം ആഡ് പെർപെച്ചാം റെയ് മെമ്മോറിയം. മലബാറിലെ ആദ്യത്തെ അപ്പസ്തോലിക രൂപതയുടെ മെത്രാനായി നിയമനം നൽകിയതാർക്ക്? ഉത്തരം സെവരാക്കിലെ ജോർഡാൻ കാറ്റലാനി. ജോർഡാൻ പള്ളി അഥവാ സെന്റ് ജോർജ് കത്തീഡ്രൽ പണികഴിപ്പിച്ചതാര്? ഉത്തരം ജോർഡാൻ കാറ്റലാനി. കറ്റലാനി മെത്രാൻ സ്ഥാപിച്ച സെന്റ് ജോർജ് ഭദ്രാസന ദേവാലയം മനോഹര ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച വ്യക്തി? ഉത്തരം ജോൺ മരിഞ്ഞോളി. 1364 കൊല്ലം മെത്രാനായിരുന്നത് ആര്? ഉത്തരം ജെയിംസ്. ജെയിംസ് മെത്രാൻ എത്ര വർഷക്കാലം ഇന്ത്യയിൽ കഴിഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം 50 വർഷം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി പേയാർഡ് മീഡിയ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.